ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ 10 കറണ്ട് അഫെയർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് അഫെയറിന്റെ ക്ലാസ് ആരും മിസ്സാക്കരുത്. വളരെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കറണ്ട് അഫെയറുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് നമ്മുടെ ലക്ഷ്യം. അത് മാത്രം മനസ്സിലാലോചിച്ചാൽ മതി. വേറെ ഒരു കാര്യത്തിലേക്കും നമ്മൾ പോകേണ്ടതില്ല. നന്നായി പഠിക്കുക, നല്ലോണം ക്വസ്റ്റ്യൻ പേപ്പറുകളെ ആൻസർ ചെയ്യുക, നല്ലോണം റിവിഷൻ ചെയ്യുക. അതായത് പഠിക്കുക, റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഈ 3 കാര്യങ്ങളായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒപ്പം നമ്മൾക്ക് എന്താ പറയാ, സ്ട്രെസ് ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസുകളും മെഡിറ്റേഷൻസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അത്ര എന്തായാലും കമ്പൽസറി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് 10 കറണ്ട് അഫെയറുകളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് വൺ, സംസ്ഥാനത്ത് കുഷ്ഠരോഗബാധിതരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് സ്പർശ്. കുഷ്ഠരോഗം സ്പർശനവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെ, അപ്പൊ അങ്ങനെ ആലോചിച്ച് വെക്കാം. അതായത് സംസ്ഥാനത്ത് കുഷ്ഠരോഗബാധിതരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിൻ എന്താണ്? സ്പർശ്. സെക്കൻഡ് വൺ, 2024 ഫെബ്രുവരിയിൽ, നമ്മൾ പറഞ്ഞു 2024 ജനുവരി മുതലുള്ള കറണ്ട് അഫെയറുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. 2024 ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്പറേഷൻ സുതാര്യ. എന്താണ്? ഓപ്പറേഷൻ സുതാര്യ. എന്താണ് ഓപ്പറേഷൻ സുതാര്യ? 2024 ഫെബ്രുവരിയില് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ. തേർഡ് വൺ, കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായിട്ട് ആരംഭിച്ച പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ആണ് മാർഗദീപം. എന്താണ്? മാർഗദീപം. മാർഗദീപം ഒരു പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ആണ്. കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ആണ് മാർഗദീപം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, 2024 ഫെബ്രുവരി 18 മുതൽ മാർച്ച് 3 വരെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും, അതായത് എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും മുഖ്യമന്ത്രി സംവദിക്കുന്ന പരിപാടിയായിരുന്നു എന്ത്? മുഖാമുഖം. എല്ലാവരുമായിട്ട് സംവദിക്കുന്നതുകൊണ്ട് മുഖാമുഖം അല്ലെ. 2024 ഫെബ്രുവരി 18 മുതൽ മാർച്ച് 3 വരെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് മുഖ്യമന്ത്രി സംവദിക്കുന്ന പരിപാടി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? പരിപാടിയായിരുന്നു എന്ത്? മുഖാമുഖം. നെക്സ്റ്റ്, അനാഥരും നിരാശ്രയരുമായ കിടപ്പ് രോഗികൾ. എങ്ങനെയുള്ളവരാണ്? അനാഥരും നിരാശ്രയരുമായ കിടപ്പ് രോഗികൾ ആയ വൃദ്ധർക്ക്, തെറ്റിപ്പോയോ? വൃദ്ധർക്ക് ആശ്വാസമേകാൻ സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോസാന്ത്വനം. അതൊക്കെ കിട്ടുന്നുണ്ടാവും അല്ലെ, വയോജനങ്ങൾക്കുള്ളതല്ലേ. ഓക്കെ, അനാഥരും നിരാശ്രയരുമായ കിടപ്പ് രോഗികൾ ആയ വൃദ്ധർക്ക് ആശ്വാസമേകാൻ സാമൂഹ്യ നീതി വകുപ്പിന്റെയാണ് കേട്ടോ. ഇതിന്റെയാണ്? സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോസാന്ത്വനം. നെക്സ്റ്റ്, 6th വൺ, വരൾച്ച കടക്കുന്ന സാഹചര്യത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ വെള്ളം കൃത്യമായി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് വാട്ടർ ബെൽ അല്ലെ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ ബെല്ലടിക്കും അല്ലെ. വരൾച്ച കടക്കുന്ന സാഹചര്യത്തില് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ വെള്ളം കൃത്യമായി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് വാട്ടർ ബെൽ. ക്ലിയർ ആയല്ലോ? 7th വൺ, അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത്? കെയർ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും അവർക്കുള്ള ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് കെയർ. അതായത് കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റയർ ഡിസീസസ്. അതാണ് കെയറിന്റെ ഫുൾ ഫോം. ഒരു സ്റ്റേറ്റ് ഇത്തരത്തിലുള്ള കാര്യം നടത്തുന്ന ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഈ ഒരു പരിപാടി കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താണ്? അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് കെയർ.
കെയർ മീൻസ് എന്താണ്? കേരള യുണൈറ്റഡ്. കേരള യുണൈറ്റഡ്. കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റയർ ഡിസീസസ്. കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റയർ ഡിസീസസ്. ഓക്കെ, കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റയർ ഡിസീസസ്. ഓക്കെ, അതാണ് എന്ത് വരുന്നത്? കെയർ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് 8th വൺ, സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ. ആരെയാണ്? സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യനീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമം. ഓക്കെ, സംയോജിത പുനരധിവാസ ഗ്രാമം. സംയോജിത പുനരധിവാസ ഗ്രാമം. ഓക്കെ, സംയോജിത പുനരധിവാസ ഗ്രാമമാണ് സ്നേഹഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്നേഹഗ്രാമങ്ങൾ നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അഴൂര്, കൊല്ലം ജില്ലയിലെ പത്തനാപുരം, മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം. ക്ലിയർ ആയല്ലോ? 9th വൺ, പ്രായം കുറഞ്ഞ ചുവപ്പുകുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിന്റെ അതിവേഗ പ്രവാഹത്തിന്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകൻ ആരാണ്? ആരാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ മലയാളി ഗവേഷകൻ എന്ന് പറയുന്നത്? അതുൽ മോഹനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പ്രായം കുറഞ്ഞ ചുവപ്പുകുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിന്റെ അതിവേഗ പ്രവാഹത്തിന്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകനാണ് അതുൽ മോഹൻ. നാവികസേന മേധാവിയായ ആദ്യ മലയാളി ആരാണ്? ആർ ഹരികുമാർ ആണ്. നാവികസേന മേധാവിയായ ആദ്യ മലയാളി ആരാണ്? ആർ ഹരികുമാർ. ഓക്കെ, ആർ ഹരികുമാർ ആണ് നാവികസേന മേധാവിയാകുന്ന ആദ്യ മലയാളി. അപ്പൊ ഈ 10 കറണ്ട് അഫെയറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും വേഗം വേഗം പഠിക്കാൻ. നമ്മൾ ഒരുപാട് കറണ്ട് അഫെയറുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു 180ഓളം കറണ്ട് അഫെയറുകൾ കേരള റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 30-40ഓളം കറണ്ട് അഫെയറുകൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഫാക്ട്സുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ നായർ റെഗുലേഷൻ ആക്ട് മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒരു ക്ലാസ് ഫീച്ചേഴ്സിൽ ഒരു ഫീച്ചർ നമ്മൾ ചെയ്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഫോറിനേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സിറ്റിസൺസിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റൈറ്റുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അടങ്ങിയ ഒരു ക്ലാസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരും വിട്ടുപോകരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.